ഒരു ജില്ലയെയും ഒരു മലബാറിനെയും പൂർണ്ണമായി ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇത് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ, അതല്ലാത്ത ഇഷ്ടം പോലെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ജില്ലയിലില്ലേ? അപ്പോൾ ഒരു ജില്ലയെ പരിപൂർണമായിട്ട് അപലവൽക്കരിക്കുകയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒരു സമുദായത്തെ ആണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മാപ്പിളാർ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ ജനവിഭാഗവും ഇല്ലേ? അവർക്കൊക്കെ ഇത് ബാധിക്കൂലേ? അപ്പോ അത് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിയണം, ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണം എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അതിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും ഈ പറയുന്ന മാപ്പിളാരെ മാറ്റി നിർത്തും. മലപ്പുറം ജില്ലയിൽ 10-20 ലക്ഷം അല്ലാത്ത സമുദായക്കാരുണ്ടല്ലോ, അവരോട് അദ്ദേഹം മാപ്പ് പറയണ്ടേ? ഇനിയിപ്പോൾ ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും, കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ടല്ലോ സ്ഥാനം ഒഴിയുമോ. ലല്ലു പ്രസാദും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രിയും ഒക്കെ ഇതേപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത്? എഴുത്തും വായനയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ. അന്ന് സ്കൂളിലേ പോയിട്ടില്ല, അവരാണ് മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചത്. പക്ഷെ വീണക്കൊക്കെ അത്യാവശ്യം നല്ല വിവരവും എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ, അവരെ ഏൽപ്പിക്കട്ടെ. ബാക്കി ഈ പാർട്ടി ഏറ്റെടുക്കുമല്ലോ, ആ പാർട്ടിക്ക് വീണ ജയിപ്പിക്കാൻ കഴിയുമല്ലോ. എങ്ങനെയെങ്കിലും ഈ കേരളത്തെ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ നിന്ന്. അതിനുള്ളൊരു മഹാമനസ്കരെങ്കിലും കാണിക്കട്ടെ. അപ്പൊ അറിവില്ലായ്മ ഇല്ലല്ലോ ഈ പറഞ്ഞ റിയാസിനായാലും മകൾ വീണക്കായാലും. അങ്ങനെയും ചെയ്യാമല്ലോ.